ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് രവി മോഹന്റെ കാതലിക്ക നേരമില്ല എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ആരാണ് ഈ രവി മോഹൻ എന്നാവും നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ജയൻ രവി തന്നെയാണ്. ജയൻ രവി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേര് ഇപ്പോൾ മാറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രവി മോഹൻ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ എന്തോ ഫൗണ്ടേഷൻ എന്തൊക്കെ ചാരിറ്റി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ക ഒരു ലൈഫ് റീസ്റ്റാർട്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് മൂപ്പര് ഇത് തുടങ്ങിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിലൊരു അഴിച്ചുപണി നടന്നിട്ടുണ്ട് മൂപ്പരുടെ ലൈഫിൽ. സോ അങ്ങനെ നടത്തിയതിന് ശേഷമുള്ളൊരു പുതിയൊരു സിനിമ, ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള 2025 പൊങ്കൽ നോടനുബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ, നിത്യ മേനോനാണ് നായികയായിട്ട് വരുന്നത്. ദ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ പടത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ പറയാം, ഇംഗ്ലീഷിലൊരു ദ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുമ്പ് എപ്പോഴോ ഞാൻ കണ്ടൊരു സിനിമയാണത്. ആ ഒരു സിനിമയുടെ ഏകദേശം ഒരു പ്ലോട്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. പക്ഷെ ആ ഒരു സിനിമ എന്ന് പറയുന്നത് കഷ്ടി ഒരു 1.5 മണിക്കൂർ, 1.25 മണിക്കൂറിന് താഴെയുള്ളൂ ആ ഒരു സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ 2.5 മണിക്കൂറുണ്ട്. അപ്പം തന്നെ ആലോചിക്കുക ആ ഒരു സിനിമകൾ തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്തരം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ത്രില്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. ചിലപ്പോൾ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 2-3 പാട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ 3-4 ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഇതൊരു റൊമാൻസ് കോമഡി ഡ്രാമ അത്തരത്തിൽ പെടുന്ന ഒരു പടമാണ്. സോ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇത്രയധികം ലെങ്ത് വരുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ രവി മോഹൻ എന്ന് പറയുന്ന നമ്മുടെ ജയൻ രവിയുടെയും അതുപോലെ തന്നെ നിത്യ മേനോന്റെയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ളൊരു പെയറാണ് ഇവർ. നിത്യമേനോൻ ആരുടെ ഒപ്പം അഭിനയിച്ചാലും അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. അവരായിട്ട് അങ്ങോട്ട് സിങ്ക് ചെയ്ത് അങ്ങ് പോവുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അത് എല്ലാ നടിമാർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. സോ അത് അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ തന്നെ AR റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, പാട്ട് എല്ലാം, അതിൽ ഒരു പാട്ട് തന്നെ 2 വേർഷൻസ് ഉണ്ട്. പടത്തിലുള്ള വേർഷനും ഒന്ന് AR റഹ്മാന്റേതായിട്ടുള്ളൊരു വേർഷൻ പടത്തിന്റെ ലാസ്റ്റ് വരുന്നുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അതെന്തായാലും തിയേറ്ററിൽ തന്നെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. AR റഹ്മാനാണ് ഇതിന്റെ ഒരു നട്ടെല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന ആരാണോ അവര്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഇതിലെന്തൊക്കെ വേണം അതൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലെങ്ത് ലേശം കൂടിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ ചില സീനുകളുടെ ഇമ്പാക്ട് വളരെയധികം രസമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു തോളിൽ കിടക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മിക്കവാറും പോസ്റ്റേഴ്സിലൊക്കെ കാണുന്ന ഒരു സീനുണ്ട്. അത് ആ ഒരു സീക്വൻസ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത്, എപ്പോഴാണെന്നൊന്നും പറയുന്നില്ല, ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. LGBTQ അതുപോലെ തന്നെ ലിവിങ് ടുഗദർ പരിപാടികളെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ പോയിന്റിലാണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയുന്ന ഒരു ജേണർ എടുത്തു കഴിഞ്ഞാൽ നായകനും നായികയും അവസാനം ഒന്നിക്കണം. അതാണ് ഒരു സിനിമയുടെ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു തത്വം എന്ന് പറയുന്നത്. 100-ൽ 99% പടങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലോ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളത്. ഈ ഇതിനിടയ്ക്കുണ്ടല്ലോ, ഈ അതായത് തുടക്കവും അവസാനവും നമുക്കറിയാം. ഇതിനിടയ്ക്ക് എങ്ങനെ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നു നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതിലാണ് ഈ ഒരു സിനിമയുടെ മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം ഇരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പ്രെഡിക്റ്റബിൾ ജേർണൽസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സിനിമകൾ ഇറക്കുമ്പോൾ ഈ തുടക്കത്തിൻ്റെയും അവസാനത്തിൻ്റെ ഇടയ്ക്ക് പ്രേക്ഷകനെ എങ്ങനെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതിലാണ് ആ ഒരു സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റിക്കഴിഞ്ഞാലാണ് ആ ഒരു സിനിമ ഒരു കൊമേഴ്ഷ്യലി വിജയിക്കുക, അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിൻ്റെ ഇടയിൽ തങ്ങി നിൽക്കുക. ഇപ്പോൾ ഓ മൈ കടോളെ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി തമിഴിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി ചിത്രമാണ് ഓ മൈ കടോളെ. അത് നമുക്കറിയാം ഇത് എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് ഒരു ചെറിയൊരു ഫാൻറ്റസി ഒക്കെ കൊണ്ടുവന്ന് എങ്ങനെ ആൾക്കാർ എത്രത്തോളം എൻഗേജിംഗ് ആയി നിർത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. ആ ഒരു കാര്യത്തിൽ ഈ ഒരു സിനിമ കുറച്ച് പിന്നിലേക്ക് പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പടത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുത്തുന്ന, ഒരു പരിധിയെങ്കിലും ഫോക്കസ് ചെയ്തിരുത്തുന്ന AR റഹ്മാൻ്റെ മ്യൂസിക്കും പാട്ടുകളൊക്കെയാണ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, 1-2 പാട്ടുകൾ എനിക്ക് നല്ല രീതിക്ക് ഈ ഒരു
2025 അത് വൺ ഓഫ് ദി ബെസ്റ്റ് പാട്ടുകളായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അറിയില്ല ഇനിയിപ്പോൾ കിടക്കണേ ഉള്ളൂ വരാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. കേരളത്തിൽ എത്രത്തോളം ഓടുന്നുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത് ഇവിടെ തന്നെ ഒരുപാട് പടങ്ങൾ റിലീസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ എങ്ങനെ ഓടുന്നുള്ളതെന്ന് കണ്ടറിയണം. ഇന്ന് തന്നെ ഞാൻ കണ്ടത് കഷ്ടി ഒരു 10-15 പേരെ വെച്ചിട്ടാണ് പടം കണ്ടത്. എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കധികം കേരളത്തിൽ ഓടുന്നുള്ളതൊന്നും. അപ്പോൾ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.